വീണ്ടും ആ വിമാനം ദൃശ്യമായതോടുകൂടി ലോകമെമ്പാടും ഞെട്ടിയിരിക്കുകയാണ്. അതെ, അമേരിക്കയുടെ ഡൂംസ്ഡേ വിമാനമാണ് വീണ്ടും ദൃശ്യമായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു ഭീകരമായിട്ടുള്ള യുദ്ധഭീതി ഉയരുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഓൾറെഡി യുദ്ധത്തിലാണ് മിഡിൽ ഈസ്റ്റ്. ഇതിൻ്റെ പുറമെ യുദ്ധം കലുഷിതമാകാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതും കാരണം ലോകം ഇപ്പോൾ ആണവ യുദ്ധഭീഷണി നേരിടുന്നതിൻ്റെ സൂചനകളുണ്ട്. ഡൂംസ്ഡേ പ്ലെയിൻ എന്നറിയപ്പെടുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതീവ സുരക്ഷയുള്ള വിമാനം തിങ്കളാഴ്ച നെബ്രാസ്കയുടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. ഇത് ലോകമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബോയിങ് E-4B നൈറ്റ് വാച്ച് സാധാരണയായി ഡൂംസ്ഡേ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു സാധാരണ വിമാനമല്ല, മറിച്ച് അമേരിക്കയുടെ ആകാശത്തിലെ കമാൻഡ് സെന്ററാണ്. ആണവ സ്ഫോടനങ്ങളെയും വൈദ്യുതകാന്തിക പൾസുകളെയും ചെറുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ US പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രതിരോധ സെക്രട്ടറി എന്നിവർക്ക് ഈ വിമാനത്തിൽ നിന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിപ്പിക്കാനും സൈന്യത്തിന് ഉത്തരവുകൾ നൽകാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വായുവിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമുള്ളതിനാൽ ഈ വിമാനത്തിന് ദിവസങ്ങളോളം വായുവിൽ തുടരാനും കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഏപ്രിൽ 6 തിങ്കളാഴ്ചത്തെ ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം വിമാനം രാവിലെ 10:17 നെബ്രാസ്കയിലെ ഓഫ്വുഡ് എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയർന്നു. US ന്യൂക്ലിയർ കമാൻഡ് സെന്ററിന്റെ ആസ്ഥാനമാണ് എയർബേസ്. വിമാനം കുറഞ്ഞത് 6 തവണയെങ്കിലും ആ പ്രദേശം ചുറ്റി. ഔദ്യോഗികമായ ഒരു പതിവ് വ്യായാമമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും സമയത്തെക്കുറിച്ച് നിരവധി വാദങ്ങളുണ്ട്. ഓഫ്വുഡ് എയർബേസിന് ചുറ്റും സിവിലിയൻ എയർ ട്രാഫിക് കുറവായതിനാൽ അത്തരം പരിശീലനം എപ്പോഴും അവിടെ നടത്താറുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡൊണാൾഡ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിൽ ആണവായുധം പ്രയോഗിക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്നുള്ളതാണ് ഈ വിമാനം കണ്ടതോടുകൂടി വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.